യെസ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആവണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അതിന് മുന്നിട്ട് ഒരു ചെറിയ ടേം കൂടെ ഓർത്ത് വെക്കാനുണ്ട്. അത് കോമൺ പൊട്ടൻഷ്യലാണ്. എന്താണ് കോമൺ പൊട്ടൻഷ്യൽ ടേം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രം നമുക്ക് പല പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. കോമൺ പൊട്ടൻഷ്യൽ എന്താണെന്ന് പറയണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് കപ്പാസിറ്റേഴ്സ് തരുമോ. ഫസ്റ്റ് കപ്പാസിറ്റർ, അതിൻ്റെ കപ്പാസിറ്റൻസ് C1 ആണ്. ഇപ്പോൾ C1 കപ്പാസിറ്റൻസുള്ള ഫസ്റ്റ് കപ്പാസിറ്റർ. ഓക്കെ, ഈ കപ്പാസിറ്റർ ഞാൻ അതിൻ്റെ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ V1 ആണ്. സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. രണ്ടാമത്തെ കപ്പാസിറ്റർ, അതിൻ്റെ കപ്പാസിറ്റൻസ് C2 ആണ്. അതിൽ ഞാൻ വേറെ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ പൊട്ടൻഷ്യൽ V2 ആണ്. ഈ രണ്ട് കപ്പാസിറ്ററും യാതൊരു ബന്ധവുമില്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ രണ്ട് സെല്ല് പോയി ചാർജ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്റർ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് കിട്ടും, ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും, ഇവിടെ പോസിറ്റീവ് കിട്ടും, ഇവിടെ നെഗറ്റീവ് കിട്ടും അല്ലേ. ശരി, അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു +Q ചാർജ്, നമുക്ക് ഇവിടെ കിട്ടുന്ന ചാർജ് Q1 എന്ന് വിളിക്കാം. ഇവിടെ -Q1 ആയിരിക്കും. ഇവിടെ +Q വന്നു, ഇത് Q2 എന്ന് വിളിക്കാം. ഇവിടുത്തെ ചാർജ് നമുക്ക് -Q2 എന്ന് വിളിക്കാം. അപ്പോൾ രണ്ട് കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ് ചെയ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി കപ്പാസിറ്റർ മുകളിൽ ചാർജ് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. കണക്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആ പൊട്ടൻഷ്യൽ എങ്ങോട്ടേക്ക് മാറും? ഫസ്റ്റ് കപ്പാസിറ്റർ മുകളിലുള്ള പൊട്ടൻഷ്യൽ V1 ആയിട്ടും സെക്കൻഡിൻ്റെ മുകളിൽ പൊട്ടൻഷ്യൽ V2 ആയിട്ട് മാറും. ഫസ്റ്റിൻ്റെ മുകളിൽ ചാർജ് Q1 ആയിട്ട് മാറും, സെക്കൻഡിൻ്റെ മുകളിൽ ചാർജ് Q2 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് Q = CV എന്നാണ് അല്ലേ. Q = CV. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കപ്പാസിറ്റർ മുകളിലെ ചാർജ് Q1 = അത് C1 V1 ആയിരിക്കും. സെക്കൻഡ് കപ്പാസിറ്റർ മുകളിലെ ചാർജ് Q2 = അത് C2 V2 ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ മുകളിൽ ടോട്ടൽ ചാർജ്, ഈ കോമ്പിനേഷൻ ടോട്ടൽ ചാർജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, Q എന്താണ്, അത് Q1ൻ്റെയും Q2ൻ്റെയും സമ്മായിരിക്കും. എന്ന് പറഞ്ഞാൽ C1 V1 + C2 V2 ആയിരിക്കും. ഇതായിരിക്കും ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ്. ക്ലിയർ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ രണ്ട് കപ്പാസിറ്റർ ഇങ്ങനെ സെപ്പറേറ്റ് ചാർജ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു ഇൻസുലേറ്റർ ഉപയോഗിച്ച് ഡിസ്കണക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ടൊന്നും തൊടാതെ ഒരു ഇൻസുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കപ്പാസിറ്ററിനെ അതിൻ്റെ സെല്ലിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ രണ്ട് കപ്പാസിറ്റർ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് കപ്പാസിറ്റർ അതായത് C1 ആയിരുന്നു. ഇതിൻ്റെ ഈ പാർട്ട് എടുത്തിട്ട് നമ്മൾ സെക്കൻഡ് കപ്പാസിറ്ററായിട്ട് കണക്ട് ചെയ്യുന്നു, C2 ആയിട്ട് കണക്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ ആദ്യം ഒരു ചാർജ് Q1 ഉണ്ടായിരുന്നു, ഇവിടുത്തെ ചാർജ് എന്തായിരുന്നു Q2 ആയിരുന്നു അല്ലേ. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർജിന് എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതൊക്കെയറിയാം, ചാർജ് വിൽ ഓൾവേസ് ഫ്ലോ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ എന്നാണ് അല്ലേ. അപ്പം ഇങ്ങനെ രണ്ട് ചാർജുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങളെ C1ൻ്റെ മുകളിലുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ കൂടുതലെങ്കിൽ ഈ ചാർജുകൾ Q1 എന്ന് പറഞ്ഞ ചാർജ് എങ്ങോട്ടേ ഫ്ലോ ചെയ്യും? C2ലേക്ക് ഫ്ലോ ചെയ്യും. എത്ര കാലം ഫ്ലോ ചെയ്യും? ഈ C1ൻ്റെയും C2ൻ്റെയും ഇടയിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നവരെ ചാർജ് ഫ്ലോ ചെയ്യും. മനസ്സിലായില്ലേ? ഇത് തിരിച്ച് നിങ്ങളെ ഈ C2ൻ്റെ പൊട്ടൻഷ്യൽ കൂടുതലെങ്കിൽ ചാർജുകൾ എങ്ങനെ എങ്ങോട്ട് ഫ്ലോ ചെയ്യും? C2 നിന്ന് C1ലേക്ക് ഫ്ലോ ചെയ്യും. ഇറ്റ് വിൽ കണ്ടിന്യൂ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് കപ്പാസിറ്റർ ബിക്കംസ് ഈക്വൽ. ഇതാ സംഭവം. എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ ചാർജുകൾ ഒന്നുകിൽ C1 C2ലേക്ക് ഫ്ലോ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ C2 നിന്ന് C1ലേക്ക് ഫ്ലോ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഫ്ലോ ചെയ്ത് എത്ര കാലം ഫ്ലോ ചെയ്യും ചോദിച്ചാൽ ഈ രണ്ട് കപ്പാസിറ്റർ തമ്മിൽ ഇടയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നവരെ ഫ്ലോ ചെയ്യും. ക്ലിയർ? അപ്പം കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ രണ്ട് കപ്പാസിറ്ററും ഇടയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമൺ പൊട്ടൻഷ്യൽ V എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് കോമൺ പൊട്ടൻഷ്യൽ. അങ്ങനെ കോമൺ പൊട്ടൻഷ്യൽ എത്തിക്കഴിഞ്ഞാൽ ഈ Q1 മാറിയിട്ടുണ്ടാവുമല്ലോ. കാരണം കുറച്ച് ഒന്നുകിൽ C2ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ Q1 എന്തായാലും മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ C2 ചാർജ് വന്നെങ്കിൽ Q1 മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ
ഫസ്റ്റ് കപ്പാസിറ്റർ ചാർജ് നമുക്ക് Q1 ഡേഷൻ വിളിക്കാം. സെക്കൻഡ് കപ്പാസിറ്റർ ചാർജ് മാറുന്നത് നമുക്ക് എന്ത് വിളിക്കാം? Q2 ഡേഷൻ വിളിക്കാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പുതിയ ചാർജ് ഇങ്ങനെ എഴുതാലോ. എന്തൊക്കെയായിരുന്നു? Q1 ഡാഷ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? ഇറ്റ്സ് ഈക്വൽ ടു C1 പിന്നെ പൊട്ടൻഷ്യൽ V. ശരിയല്ലേ? ആൻഡ് Q2 ഡാഷ് ഈസ് ഈക്വൽ ടു അത് കിട്ടി C2 പൊട്ടൻഷ്യൽ V. പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ടാണ് ഞാൻ V തന്നെ എടുക്കുന്നത്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ കണക്ഷന് ശേഷം ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് എന്തായിരിക്കും? കോമ്പിനേഷൻ്റെ ടോട്ടൽ ചാർജ് Q ഡാഷ് ഈസ് ഈക്വൽ ടു അത് Q1 ഡാഷ് പ്ലസ് Q2 ഡാഷ് ആയിരിക്കും. സോ ദറ്റ്സ് ഈക്വൽ ടു ഇത് കിട്ടും. ദറ്റ്സ് ഈക്വൽ ടു C1V പ്ലസ് C2V എന്ന് കിട്ടും. ഇവിടെ കോമൺ ആയുള്ള V പുറത്തേക്ക് എടുത്ത് നമുക്ക് എന്താ എഴുതാം? ഇറ്റ്സ് ഈക്വൽ ടു C1 പ്ലസ് C2 എന്ന് എടുക്കാം. ഇതായിരിക്കും എന്ത്? ഫൈനൽ ചാർജ്. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് പ്രകാരം ചാർജ് ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ക്യൂവും Q ഡേഷും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? ഇവിടെ C1 V1 പ്ലസ് C2 V2 ഷുഡ് ബി ഈക്വൽ ടു Q ഡേഷൻ വരെ എന്താ വരുന്നത്? V ഇൻറ്റു C1 പ്ലസ് C2 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ കോമൺ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു കിട്ടും. V ഈസ് ഈക്വൽ ടു C1 V1 പ്ലസ് C2 V2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2. ഇതാണ് കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. കോമൺ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു C1 V1 പ്ലസ് C2 V2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2. ഓക്കെ, ആ ഇക്വേഷൻ ഓർത്ത് നോക്കുക. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എനർജീൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. അതായത് ഈ രണ്ട് കപ്പാസിറ്ററിൻ്റെ ഇടയിൽ നോക്കിക്കോ. ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ എനർജി ഇവിടെ എന്താ കിട്ടുക? ഇതിൻ്റെ എനർജി ഹാഫ് C1 V1 സ്ക്വയർ ആണ് അല്ലേ? ഇതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് C2 V2 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എനർജി U എന്തായിരിക്കും? ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ ആയിരിക്കും അല്ലേ? ഇവിടുത്തെ എനർജി U ഡേഷൻ എടുക്കാം. ഈ സീക്വൽ എന്ത് കിട്ടും? ഹാഫ്. ഇവിടെ C എന്ന് പറഞ്ഞാൽ എന്താ എടുക്കുന്നത്? നമ്മൾ എടുക്കുന്നത് രണ്ടും കൂടി ഒറ്റ സിസ്റ്റം ആണല്ലോ ഇവിടെ. അപ്പോൾ ഇവിടുത്തെ C എന്ന് പറഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ്. ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ ഈ C1 C2 ഇപ്പോൾ ഏത് കോമ്പിനേഷനാണ് ഉള്ളത് നോക്കിയോ. ഇതിൻ്റെ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്ത് പോസിറ്റീവ് ആയിട്ടാണല്ലേ, നെഗറ്റീവ് ആയിട്ടാണ്. മാത്രമല്ല പൊട്ടൻഷ്യലും ഈക്വലാണ്. അങ്ങനെ പൊട്ടൻഷ്യൽ ഈക്വൽ ആവുകയും പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് വരുന്ന കോമ്പിനേഷൻ ഏത് കോമ്പിനേഷനാണ്? പാരലൽ കോമ്പിനേഷനാണ്. പാരലൽ കോമ്പിനേഷൻ ടോട്ടൽ കപ്പാസിറ്റൻസ് ഇക്വേഷൻ എന്താണ്? ദാറ്റ് C1 പ്ലസ് C2 ആണ്. അപ്പോൾ ഇത് ടോട്ടൽ കപ്പാസിറ്റൻസ് C1 പ്ലസ് C2 എന്നാണ് വരുമോ? ഇൻറ്റു എന്ത് വന്നു? V സ്ക്വയർ. ഇവിടെ V എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ V എന്ന് പറയുന്നത് നമ്മൾ ഈ V ആണ്. ക്ലിയർ? അപ്പം പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കോളേ. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തു, എനർജി കാൽക്കുലേറ്റ് ചെയ്തു, ഫൈനൽ എനർജി U ഡേഷ് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ചോദ്യം ഈ രണ്ട് എനർജിയും ഈക്വൽ ആയിരിക്കുമോ എന്നുള്ളതാണ്. അതായത് യുവും U ഡേഷും ഈക്വൽ ആയിരിക്കുമോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ചാർജുകൾ കപ്പാസിറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കപ്പാസിറ്റർ മറ്റേ കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ പെട്ടെന്ന് ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയൊരു ഹീറ്റ് ഉണ്ടാവാം. പ്രാക്ടിക്കലായിട്ട് സംഭവിക്കും. അങ്ങനെയാണ്, ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാവും. അങ്ങനെ സ്പാർക്ക് ഉണ്ടാകുമ്പോൾ ഈ കപ്പാസിറ്റർ തമ്മിലുള്ള എനർജി സ്പാർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എനർജി ഹീറ്റായിട്ടും കുറച്ച് എനർജി എന്തായിട്ടും പോയിട്ടുണ്ടാവും, ലൈറ്റായിട്ടും പോയിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ പാരലൽ കോമ്പിനേഷൻ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഓർ ലൈറ്റ്. അപ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കേസിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന യുവും അതേപോലെ തന്നെ U ഡേഷും നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ U ഡേഷ് എപ്പോഴും യുവിനെക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം സം എമൗണ്ട് ഓഫ് എനർജി ഈസ് ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഓർ ലൈറ്റ് അല്ലേ? ഇവിടെ പലപ്പോഴും നമുക്ക് ചോദ്യം വരാറ് ഇത് ഡിഫറൻസിന് എനർജിയാണ്. എത്രയാണ് രണ്ടും തമ്മിലുണ്ടാവുന്ന എനർജിയുടെ ഡിഫറൻസ്? ഈ എനർജി ഡിഫറൻസ് ആയിരിക്കും ലൈറ്റ് എനർജി, അല്ലെങ്കിൽ ഈ എനർജി ഡിഫറൻസ് ആയിരിക്കും എന്താ? ഹീറ്റ് എനർജി. അത് കാണുക നമ്മൾ എന്ത് കണ്ടാൽ മതി? U അല്ലേ വലുത്. സോ യുവിൽ നമ്മൾ ആരെ മൈനസ് ചെയ്താൽ മതി? U ഡേഷിനെ മൈനസ് ചെയ്താൽ മതി. ക്ലിയർ? അത് മൈനസ് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യുവിന് പകരം എന്ത് ചെയ്യുക? ഈ ടേം കൊടുക്കുക, U ഡേഷിന് പകരം ഇത് കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് സിമ്പിൾ ഇക്വേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്ര അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് മനസ്സിലാക്കി വെക്കണം.
എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ച് എന്തെങ്കിലും ചോദ്യങ്ങളോ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. നോക്കിയോ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി. 600 picofarad capacitor started with 200 volt supply. മനസ്സിലാക്കുന്ന തന്നെ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സൗകര്യമാണ്. 600 കപ്പാസിറ്റർ നമ്മൾ ഒരു 200 വോൾട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്യണം. ഓക്കെ, ഇത് 600 PF ആണ് കണക്ട് ചെയ്യുന്നത്. 200 വോൾട്ട് സപ്ലൈ ആണല്ലേ. ഓക്കെ, പിന്നെ it is then disconnected from the supply and then connected to another uncharged 600 PF. നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു 600 PF എടുക്കുന്നു. ഇത് അൺചാർജ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് ആരും കണക്ട് ചെയ്യുന്നില്ല, സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഹൗ മച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഈസ് ലോസ്റ്റ് ഇൻ ദിസ് പ്രോസസ്? എത്ര എനർജി നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ 600 നമ്മൾ എടുത്തിട്ട് ആരുമായിട്ട് വേറെ 600 നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും അല്ലേ. ശരി, അപ്പോൾ ഇതിനിടയിൽ പൊട്ടൻഷ്യൽ കോമൺ പൊട്ടൻഷ്യലായി വി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ പ്രോസസ്സിൽ എത്ര എനർജി നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ടോട്ടൽ എനർജി കാണണ്ടേ. ടോട്ടൽ എനർജി U ഈസ് ഈക്വൽ ടു ഇത് കിട്ടും. U ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എനർജി ½ CV². ഇത് അൺചാർജ്ഡ് ആണല്ലോ, അപ്പോൾ ഇവിടെ എനർജി എത്രയാണ്, 0 ആണ്. സോ ½ CV² എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു സിക്ക് പകരം 600 പൈക്കോഫാരഡ് മാറ്റാൻ മറക്കരുത്. 10⁻⁻12 ആണ് ഇൻറ്റു പൊട്ടൻഷ്യൽ 200² പ്ലസ് 0. ശരിയല്ലേ. ഇനി ഈ കേസിൽ എത്ര എനർജി വരുന്നുണ്ടാവുക? ഇവിടെ എനർജി വരുന്ന നമ്മൾ ആദ്യം എന്ത് കാണണം, കോമൺ പൊട്ടൻഷ്യൽ കാണണ്ടേ. എന്താ കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ കിട്ടിയത്? V ഈസ് ഈക്വൽ ടു C1 V1 പ്ലസ് C2 V2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2. C1 പകരം എന്ത് കൊടുക്കണം, 600 ഇൻറ്റു 10⁻⁻12 കൊടുക്കണം. V1 എന്ന് പറഞ്ഞാൽ 200 കൊടുക്കണം. ഈ ടേം ഇവിടെ എന്തായിട്ട് മാറി, സെക്കൻഡ് ടേം ഇവിടെ ഉണ്ടാവില്ലല്ലോ, കാരണം വോൾട്ടേജ് 0 ആയിട്ട് ഈ ടേം എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് V കിട്ടും. അങ്ങനെ V കിട്ടി കഴിഞ്ഞാൽ ചെയ്യുന്നില്ല. അങ്ങനെ V കിട്ടി കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, ഫൈനൽ എനർജിയായി U ഡാഷ് കാണാം. U ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ½ CV². ഇവിടെ സിക്ക് വരെ എന്താ വരിക, രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലായതുകൊണ്ട് ഇവിടെ സിക്ക് വരെ നമ്മൾ ഇതെടുക്കണം, C1 പ്ലസ് C2 എടുക്കണം അല്ലേ, ഇൻറ്റു V². അങ്ങനെ ഫൈനൽ എനർജി കിട്ടും. എന്നിട്ട് യുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, U ഡാഷ് മൈനസ് ചെയ്യുക. ഇത് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ഡിഫറൻസിന് എനർജി കിട്ടി. ശരിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കുക. ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ എനർജി ഡിഫറൻസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 4 microfarad capacitor charged with 200 volt supply. It is then disconnected from the supply and connected to another uncharged 2 μF capacitor. How much electrostatic energy of the first capacitor lost in the form of heat and electromagnetic radiation? സെയിം സംഭവം തന്നെയാണ്, വാല്യൂസ് മാത്രമേ ചെറിയ മാറ്റമേ ഉള്ളൂ. നേരത്തെ പോലെ തന്നെ കൃത്യമായിട്ട് ഇനീഷ്യൽ എനർജി ഫൈനൽ എനർജിയും കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ എനർജി ലോസ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 capacitors, each of capacitance 9 picofarad are connected in series. What's the capacitance of the combination? ഇവിടെ 3 കപ്പാസിറ്റർ, 3ൻ്റെയും വാല്യൂ 9 picofarad ആണ്. അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. 9 PF 9. ഓക്കെ, അത് 120 വോൾട്ടുമായിട്ട് എന്ത് ചെയ്യുന്നു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. What is the capacitance of the combination? Series combination നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ 1/C is equal to 1/C1 plus 1/C2 plus 1/C3 ആണ്. ഞാൻ പൈക്കോഫാരഡിന് ഇപ്പോൾ മാറ്റുന്നില്ല, പൈക്കോ തന്നെ എടുത്തു കഴിഞ്ഞാൽ 1/9 പ്ലസ് 1/9 പ്ലസ് 1/9 കിട്ടും എന്ന് പറഞ്ഞാൽ 3/9 കിട്ടും എന്ന് പറഞ്ഞാൽ 1/3 കിട്ടും. ഇത് C1/Cയുടെ വാല്യൂ ആണ്. ഇത് C is equal to 3 ആയിരിക്കും, 3 ആയിരിക്കും. നേരത്തെ പൈക്കോഫാരഡിൽ എടുത്തുകൊണ്ട് ഇതിൻ്റെ യൂട്ട് എന്താ കിട്ടുക, പൈക്കോഫാരഡിന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ആൻസർ വാട്ട് ഇസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 3 picofarad ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും, 3 ഇൻറ്റു 10⁻⁻12 ഫാരഡ് ആണ്. ഓക്കെ, സെക്കൻഡ് പാർട്ട്. വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു 120 വോൾട്ട് സപ്ലൈ? അതൊരു മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഭവമാണ്.
ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഓരോ കപ്പാസിറ്ററും അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ ഫസ്റ്റ് കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ V1 എടുക്കാം, സെക്കൻഡ് നമുക്ക് V2 എടുക്കാം, തേർഡ് നമുക്ക് V3 എടുക്കാം. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഇതായിരുന്നു, Q ഈസ് ഈക്വൽ ടു CV എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ V ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ C എന്ന് പറയാം. അങ്ങനെയാണ് V1 ഈസ് ഈക്വൽ ടു Q1 ഡിവൈഡ് ബൈ C1 ആയിരിക്കും അല്ലേ. സെക്കൻഡ് V2 ഈസ് ഈക്വൽ ടു Q2 ഡിവൈഡ് ബൈ C2 ആൻഡ് തേർഡ് വൺ V3 ഈസ് ഈക്വൽ ടു Q3 ഡിവൈഡ് ബൈ C3 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതിൽ എങ്ങനെയാണ് Q1ഉം Q2ഉം Q3യും കാണുമെന്നുള്ളതാണ്. അതാണ് ഓർത്ത് വെക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ്. ഇവിടെ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഓരോ കപ്പാസിറ്ററുമ്പോൾ ഉണ്ടാവുന്ന ചാർജും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മാത്രമല്ല ഇത് ആ കോമ്പിനേഷൻ്റെ ടോട്ടൽ ചാർജിന് ഈക്വൽ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. നമ്മൾ കോമ്പിനേഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീരീസ് കോമ്പിനേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതാണ്. ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ will be same and that will be equal to the total charge of the combination. അപ്പോൾ ക്യാപിറ്റൽ Q കണ്ടുപിടി, ഈ Q എന്ന ടോട്ടൽ ചാർജ് Q കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, Q1 Q2 Q3 ഒക്കെ കിട്ടും അല്ലേ. എങ്ങനെയാണ് Q കണ്ടുപിടിക്കുക? Q കാണണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഏത്? Q ഈസ് ഈക്വൽ ടു CV എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. Q ഈസ് ഈക്വൽ ടു CV. Q എന്ന് പറയുമ്പോൾ ടോട്ടൽ അല്ലേ, Q പറയുമ്പോൾ ടോട്ടൽ ചാർജ് അല്ലേ Q. അപ്പോൾ C എന്തായിരിക്കണം? ടോട്ടൽ കപ്പാസിറ്റൻസ് ആയിരിക്കണം. എത്ര ടോട്ടൽ കപ്പാസിറ്റൻസ് നമുക്ക് നേരത്തെ കിട്ടിയത്? 3 picofarad എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 3 × 10⁻⁻12 എന്ന് കിട്ടിയിട്ടുണ്ട്. അന്നേരം വോൾട്ടേജ് എത്രയാണ്? 120 വോൾട്ടാണ് അല്ലേ. ഇപ്പോൾ എത്ര കിട്ടും ഇത്? 3 × 120 വോൾട്ട് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 36,160 × 10⁻12 വോൾട്ട് എന്ന് കിട്ടി. ശരിയല്ലേ? Q. അങ്ങനെയാണെങ്കിൽ നമ്മളെ V1 എന്ത് കിട്ടും? അപ്പോൾ V1 ഈസ് ഈക്വൽ ടു, ഇവിടെ ചെയ്യല്ലേ, V1 ഈസ് ഈക്വൽ ടു എന്ത് വന്നു? V1 ഈസ് ഈക്വൽ ടു Q1 ഡിവൈഡ് ബൈ C1 എന്ന് പറഞ്ഞാൽ Q1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു Q ആണ്. 360 × 10⁻12 ഡിവൈഡ് ബൈ C1. C1 എന്ന് പറഞ്ഞാൽ 9 × 10⁻12 അല്ലേ. ഇപ്പോൾ എത്ര കിട്ടും? 40 വോൾട്ട് എന്ന് കിട്ടി. ക്ലിയർ? ഇനി അതേപോലെ നമുക്ക് എന്ത് കാണാം? V2 കാണാം. V2 കാണുമ്പോൾ എന്താ വേണ്ടത്? Q2 ഡിവൈഡ് ബൈ C2 എന്ന് കിട്ടും. Q2 എന്ന് പറഞ്ഞാൽ അഗെയിൻ വിൽ ബി ഈക്വൽ ടു എന്താ കിട്ടുക? ഇത് തന്നെയാണ്. കാരണം Q2 Q1 ഒക്കെ ഈക്വൽ ആണ്. സോ Q2 ഈസ് ഈക്വൽ ടു 360 × 10⁻12 എന്ന് കിട്ടും. ആൻഡ് C2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്? അഗെയിൻ 9 × 10⁻12 എന്ന് കിട്ടും. സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വിൽ ബി ഈക്വൽ ടു 40 വോൾട്ട് ആണ്. അതേപോലെ V3 കണ്ടുവിട്ട് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്രയായിരിക്കും? 40 വോൾട്ട് ആയിരിക്കും. ഇത് കറക്റ്റ് ചെക്ക് ചെയ്യാനൊരു മെത്തേഡ്, ഇത് കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് എന്താ കിട്ടുക? V ഈസ് ഈക്വൽ ടു V1 + V2 + V3 എന്നല്ലേ അല്ലേ. അങ്ങനെയാണെങ്കിൽ V1ൻ്റെ വാല്യൂ എത്രയായിരുന്നു? 40 + 40 + 40 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 120 എന്ന് കിട്ടി. 120 അല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. ഇങ്ങനെ വേണം നമുക്കൊന്ന് ക്രോസ് ചെക്ക് നോക്കാം. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഓരോ കപ്പാസിറ്ററുമ്പോൾ ഉണ്ടാകുന്ന ചാർജും സെയിം ആയിരിക്കും. ആ ചാർജ് ആ ടോട്ടൽ കോമ്പിനേഷൻ്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും എന്നതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്ത പോകല്ലേ, അത് പോട്ടെ. അടുത്തത് 3 capacitors or capacitances, 2 picofarad, 3 picofarad and 4 picofarad are connected in parallel. What is the capacitance of the combination? ഇത് 3 ആൾക്കാർ നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. 1 2 3. വാല്യൂ ഓർത്ത് നോക്കുക. ഒന്ന് 2 picofarad ആണ്, മറ്റേ 3 ആണ്, ഇവിടെ 4 ആണ്.
വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ? അറിയാലോ, പാരലൽ കോമ്പിനേഷനിൽ C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? 2 പ്ലസ് 3 പ്ലസ് 4 അല്ലേ? 5 പ്ലസ് 4 9 പൈക്കോഫാരഡ്. യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കണേ. നെക്സ്റ്റ്, ഡിറ്റർമിൻ ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് അക്രോസ് 100 വോൾട്ട് സപ്ലൈ. ഈ കോമ്പിനേഷൻ നമ്മൾ 100 വോൾട്ട് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ചാർജാണ് കണ്ടുപിടിക്കുന്നത്. അറിയാം, ഇത് കപ്പാസിറ്റേഴ്സ് പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇറ്റ്സ് ഈക്വൽ ടു 100 വോൾട്ട് ആയിരിക്കും. പിന്നെ ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ? കയ്യിൽ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു CV ആണ്. ദഫോർ Q1 ഈസ് ഈക്വൽ ടു C1V ആണ്. നമുക്ക് ഇത് കിട്ടി. ഫസ്റ്റിൻ്റെത് 2 × 10⁻⁻12 പൊട്ടൻഷ്യൽ എത്രയാണ്? 100 വോൾട്ടാണ്. അത് കിട്ടും 2 × 10⁻10 കൂളം എന്ന് കിട്ടും. അതേപോലെ Q2 കാണുമ്പോൾ എന്താ കിട്ടുക? Q2 കാണുമ്പോൾ പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് C2V എന്നുള്ള ഇക്വേഷൻ വരുന്നത്. പാരലൽ കോമ്പിനേഷൻ അവിടെയും V സെയിം ആയിരിക്കും. V സെയിം ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് എഴുതാം? 3 × 10⁻12 × V എന്ന് പറഞ്ഞാൽ അഗെയിൻ 100 വോൾട്ട് ആയിരിക്കും. അതുപോലെ നമുക്ക് എന്തും കാണാം? Q3 കാണാം. ക്ലിയർ? അപ്പം ഇവിടെ പൊട്ടൻഷ്യലാണ് സെയിം. നേരത്തെ നമ്മൾ പറഞ്ഞത് ചാർജ് ആയിരുന്നു. ഈ കേസിൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഫൈൻഡ് ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റേഴ്സ് ഗിവൺ ഇൻ ദി നെറ്റ്വർക്ക്. ഇതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണും. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുമ്പോൾ ഇങ്ങനത്തെ വരുമ്പോൾ ഇത്ര നെറ്റ്വർക്ക്, ഇത്ര സംഭവങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ആദ്യം സോൾവ് ചെയ്തേക്കുക. ഇത് രണ്ട് എന്ത് കോമ്പിനേഷനാണ്? പാരലൽ കോമ്പിനേഷനാണ്. ഇതും എന്താ വരുന്നത്? പാരലൽ കോമ്പിനേഷനാണ് അല്ലേ? അപ്പോൾ അത് രണ്ടും ആദ്യം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കേസ് നമുക്ക് എന്താ കിട്ടുക? കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ നമുക്ക് വേണമെങ്കിൽ CAB എന്ന് വിളിക്കാം അല്ലേ? ഈ രണ്ട് കപ്പാസിറ്റൻസ് അത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 1 / CAB is equal to 31/4 plus 1/12 എന്ന് കിട്ടി, ഈക്വൽ ടു എത്ര കിട്ടും? സോറി, അത് പാരലൽ കോമ്പിനേഷനിൽ രണ്ടും കിടക്കുന്നത്. ശരി, അപ്പോൾ ഈ ഇക്വേഷൻസ് വേണ്ട, നമുക്ക് പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് CAB is equal to എത്ര കിട്ടി? CAB is equal to 4 plus 12 that's equal to 16 UF എന്ന് കിട്ടി. പിന്നെ ബിക്കും സിക്കും ഇടയിലുള്ള സാധനങ്ങൾ BC is equal to എത്ര വരും? ഇതേപോലെയാണെങ്കിൽ 3 + 6 എന്ന് പറഞ്ഞാൽ 9 UF എന്ന് കിട്ടി. നമുക്ക് ഇങ്ങനെ മാറ്റി വരക്കാം. 4ഉം 12നും പകരം നമുക്ക് വേണമെങ്കിൽ ഒറ്റ കപ്പാസിറ്റി യൂസ് ചെയ്യാം. അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 16 ആയിരിക്കും. പിന്നെ 3നും 6നും പകരം വേണമെങ്കിൽ നമുക്ക് വേറെ കപ്പാസിറ്റി യൂസ് ചെയ്യും. അതിൻ്റെ വാല്യൂ 9 ആയിരിക്കും. പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ ഇവിടെ ഒരു 6/5 വേറെയുണ്ട്. ഞാൻ അതിനെ മാറ്റി ഇങ്ങോട്ട് വരക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളതിനെ സെല്ലുമായിട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെയല്ലേ ഉള്ളത്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇപ്പം ഈ 3 കപ്പാസിറ്ററും ഏത് കോമ്പിനേഷനാണ്? സീരീസ് കോമ്പിനേഷനാണ്. സോ 1/C is equal to 1/C1. C1ന് പകരം 6/5 പ്ലസ് 1/C2. C2ന് പകരം 16 പ്ലസ് 1/9. നിങ്ങൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? C കണ്ടുപിടിക്കണം. ചെയ്യാൻ പറ്റുമല്ലോ, അതങ്ങനെ കണ്ടുപിടിച്ചേക്കും. നെക്സ്റ്റ്, you are given 2 capacitors of 2 microfarad and 3 microfarad. What are the maximum and minimum values of capacitance that can be obtained by combining them? അറിയാം, മാക്സിമം വാല്യൂ നമുക്ക് എപ്പോഴും കിട്ടുമോ? ഏത് കോമ്പിനേഷനാണ്? പാരലൽ കോമ്പിനേഷനാണ്. ഇക്വേഷനിലാണ് വരുന്നത് C1 + C2 ആണ് എന്ന് പറഞ്ഞാൽ 2 + 3 എന്ന് പറഞ്ഞാൽ 5 മൈക്രോഫാരഡ്. മിനിമം വാല്യൂ നമുക്ക് കിട്ടുക സീരീസ് കോമ്പിനേഷനാണ്. ഇക്വേഷനിൽ കിട്ടുക 1/C is equal to 1/C1 plus 1/C2 ആണ്. അപ്പോൾ ഇത് കിട്ടി 1/C is equal to 1/2 plus 1/3 എന്ന് കിട്ടും. ആ കിട്ടുന്ന വാല്യൂ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് വരും? C വരും. അപ്പോൾ 1/C ആണ് കിട്ടുക. 1/C റെസിപ്രോക്കൽ എടുത്ത് C എന്നാണ് കണ്ടുപിടിക്കണം. അത് മിനിമം വാല്യൂ ആണ്. ഇത് റെസിസ്റ്റൻസിൻ്റെ കേസ് നേരെ ഓപ്പോസിറ്റ് ആണേ, അത് ഓർത്ത് വെച്ചേക്കണേ. ശരി, നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ.
ഈ കോമ്പിനേഷൻ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിൻറ്റ്, വേറൊരു പോയിൻ്റ് എടുക്കുന്നത് ഇവിടെ ഒരു പോയിൻറ്റ്. ഓക്കെ, ഈ പോയിൻ്റ് നമുക്ക് ഡി എന്ന് വിളിക്കാം, ഈ പോയിൻ്റ് നമുക്ക് ഇ എന്ന് വിളിക്കാം. എന്നിട്ട് ഞാൻ ആ കപ്പാസിറ്ററിനെ മാറ്റി വരക്കുകയാണ്. അതായത് നിങ്ങളെ ഡി എന്ന പോയിൻ്റ് ആണതല്ലേ, പിന്നെ എന്താ ഉള്ളത്, ഒരു ഇ എന്ന പോയിൻ്റ്. ഡിക്കും ഇക്കും ഇടയിൽ നമുക്ക് ആരുണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണ്, C2 ആണ്. വാല്യൂ ഇവിടെ നിൽക്കട്ടെ, ശ്രദ്ധിച്ചോളേ. അടുത്തെന്താ സംഭവിക്കുന്നത്, ഈ സെയിം ഡിയിൽ നിന്ന് ഒരു കണക്ഷൻ നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, C1 ഒരു പ്ലേറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ C1 ഇവിടെ മാറ്റി വരക്കുവാണ്, ഇത് C1 ആണ്. അപ്പോൾ നമ്മൾ ഡിയിൽ നിന്ന് ഒരു കണക്ഷൻ എങ്ങോട്ടേക്ക് പോയി, C1 പ്ലേറ്റിലേക്ക് പോയി. ക്ലിയർ. ഇനി ഇതേ ഡിയിൽ നിന്ന് വേറെ കണക്ഷൻ ഇങ്ങനെ വന്നിട്ട് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, നമ്മളെ C3 വേറെ പ്ലേറ്റിലേക്ക് പോകുന്നുണ്ട്. ഞാൻ C3 അവിടെ താഴെ വരക്കുവാണ്, C3 ആണ്. ഇതേ ഡി എന്നൊരു കണക്ഷൻ C3 പ്ലേറ്റിലേക്ക് പോകുന്നുണ്ട്, അങ്ങനെയല്ലേ. ഇനി ഈ എടുത്തോ, ഈ എന്ന് ഒന്നെങ്ങോട്ടാണ് പോയിട്ടുള്ളത്, C2 പ്ലേറ്റിൽ, അത് നമ്മൾ ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്. C1 ഇതിലേക്ക് പോയി. ഇനി ഈ എന്ന് അടുത്തെങ്ങോട്ടാണ് പോകുന്നത്, C3 അടുത്ത പ്ലേറ്റിലേക്ക്. അപ്പോൾ C3 അടുത്ത പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക്. പിന്നെ ഈ നടുത്തത് നോക്കിക്കോളേ, ഈ നടുത്തത് പോകുന്നത് നേരെ എവിടെയാണ്, C1 അതർ പ്ലേറ്റിലേക്കാണ്. C1 അതർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്. ക്ലിയർ. ഓക്കെ, അതിനുശേഷം നമുക്ക് രണ്ട് എൻഡിങ്ങിനെയും വരും, ഒന്ന് എയിലേക്കും മറ്റേ ബിയിലേക്കും പോകുന്നു. അപ്പോൾ ഇത് ഏത് കോമ്പിനേഷനാണ്, പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ എത്ര റോഡ് കപ്പാസിറ്റൻസ് വരിക, C1 + C2 + C3 ആണ്. ഓക്കെ, ഇപ്പം 3 + 6 + 9 വരും. ചെയ്തോളൂല്ലോ. ക്ലിയർ. ഇനി അടുത്തത്, ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ നെറ്റ്വർക്ക് കാണുമ്പോൾ ആദ്യം അതാണ് വർക്ക് ചെയ്തതും ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നോക്കിയോ, ഇതിൻ്റെ ബ്രാഞ്ച് ഇവിടെ 2C ആണ്, ഇവിടെ C ആണ്. അപ്പോൾ ഇത് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 2C/C. അടുത്തത് ഈ സൈഡ് റേഷ്യോ എടുത്ത് നോക്കിയേ, 6 ഇപ്പം 3 അല്ലേ. ഇപ്പം എന്ത് വന്നു, 6C/3C എന്ന് പറഞ്ഞാൽ ഇവിടെ 3 കിട്ടി, ഇവിടെ 2 കിട്ടി, ഇവിടെ എത്ര കിട്ടി, 2 കിട്ടി. രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ ഈ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് നിങ്ങളെ ഈ പോയിൻറ്റിലും ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെ സെയിം ആണെങ്കിൽ ഇതിലെ കൂടി ആര് പാസ് ചെയ്യില്ല, കറണ്ട് പാസ് ചെയ്യില്ല. കറണ്ട് പാസ് ചെയ്യില്ലെങ്കിൽ ഈ കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോർ ചെയ്യില്ല. ഓക്കെ, ചാർജ് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ ഈ കപ്പാസിറ്റർ നമ്മൾ എന്ത് ചെയ്യേണ്ട, പരിഗണിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ പിന്നെ വരുന്നത് നമ്മൾ എ എന്ന പോയിൻ്റ്, ഇവിടുന്ന് ഈ സിയും നേരെ അപ്പുറത്താരുള്ളത് 2C, C 2C. പിന്നെ അങ്ങോട്ടാണുള്ളത്, താഴെ ആരൊക്കെയാണ് വരുന്നത്, ഇവിടെ 3C വരുന്നുണ്ട്, ഇവിടെ 6C വരുന്നുണ്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് എങ്ങോട്ടേക്ക് പോകും, ബിയിലേക്ക് പോകും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക എങ്ങനെയാണ്, സിയും 2Cയും സീരീസ് കോമ്പിനേഷനാണ്. ഇതിനെ ഫസ്റ്റ് സോൾവ് ചെയ്യുക, ഇത് രണ്ടും സോൾവ് ചെയ്യുക. ഈ കോമ്പിനേഷൻ രണ്ടും എങ്ങനെയായിരിക്കും, പാരലലായിരിക്കും. അതിനെ വീണ്ടും സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ കപ്പാസിറ്റൻസ് കിട്ടും. ക്ലിയർ ആണല്ലോ, ചെയ്ത് നോക്കണേ. നെക്സ്റ്റ്, obtain the equivalent capacitance of the network in the figure below. For 300 volt, for a 300 volt supply, determine the charge and voltage across each capacitor. ഇത് എളുപ്പമല്ല, കുറച്ച് ചെയ്യാനുണ്ട് കാര്യങ്ങൾ. ഇതിൻ്റെ ഇക്വാലിറ്റി കപ്പാസിറ്റൻസ് ആണ് ആദ്യം കാണേണ്ടത്. അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി വരക്കുവാണ്. നിങ്ങളെ C4 നമുക്ക് ആദ്യം ഇവിടെ വരക്കാം അല്ലേ. ഒന്ന് വെളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ C4 എന്ന് പിന്നെ എന്തെല്ലാം ഉള്ളത്, ഇവിടെ C2 ഉണ്ട്, പിന്നെ ഇവിടെ C3 ഉണ്ട്. അതിൻ്റെ മുകളിൽ ആര് വരുന്നുണ്ട്, C1 വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെയാണ് എങ്ങോട്ടേക്ക് പോകുന്നത്, നമ്മളെ 300 വോൾട്ട് സപ്ലൈയിലേക്ക് പോകുന്നത്. ഇങ്ങനെയല്ലേ ഉള്ളത്. ശരി, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ഈക്വാലിറ്റി കപ്പാസിറ്റൻസ്. അത് കാണാൻ എന്താ ചെയ്യേണ്ടത്, അത് കാണണമെങ്കിൽ
ആദ്യം നമ്മൾ C2 C3 ഇതിന് ഫസ്റ്റ് സോൾവ് ചെയ്യുക. രണ്ട് സീരീസ് കോമ്പിനേഷനാണ്, ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ C23 കിട്ടും. ആ C23യും C1 എന്തായിരിക്കും? പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും. അതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് C123 കിട്ടും. ആ C123യും C4യും എന്തായിരിക്കും? അഗെയിൻ സീരീസ് കോമ്പിനേഷനാണ്. അതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കപ്പാസിറ്റൻസ് കിട്ടും. ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ ചാർജ് ആൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഓരോ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ശ്രദ്ധിച്ചോളേ, ഇവിടെ നമ്മളിപ്പോൾ ഇത് സോൾവ് ചെയ്യുമല്ലോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യുമല്ലോ. സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് കിട്ടുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചോ, C123 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ നമുക്ക് ഈ ഡയഗ്രത്തെ എങ്ങനെ മാറ്റി വരക്കാം? ഇവിടെ നിങ്ങൾക്ക് C4 വന്നു, C4 വന്നിട്ട് അതിൻ്റെ ഇപ്പോൾ ആരേ ഉള്ളൂ? C123 ഉള്ളൂ. ശരിയല്ലേ? അതിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? 300 വോൾട്ടിലേക്കാണ് പോകുന്നത്. ഇനി ചാർജ് കാണണമെങ്കിൽ ചാർജും വോൾട്ടേജും കാണണമല്ലേ? ടോട്ടൽ ചാർജ് കാണണമെങ്കിൽ ഇത് രണ്ടും ഇപ്പോൾ ഏത് കോമ്പിനേഷനാണ്? സീരീസ് കോമ്പിനേഷനാണ്. എന്ന് പറഞ്ഞാൽ C4ൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ചാർജും പിന്നെ C123ക്ക് മുകളിലുണ്ടാകുന്ന ചാർജും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ത് ഈക്വലാണ്? ടോട്ടൽ ചാർജ് Qന് ഈക്വലാണ്. അപ്പോൾ ടോട്ടൽ ചാർജ് Q നമുക്ക് ഇങ്ങനെ കാണാം, Q = CV എന്ന ഇക്വേഷൻ കാണാം. ഇവിടെ C എന്ത് വേണം ഉപയോഗിക്കാൻ? ഇവിടെ ടോട്ടൽ കപ്പാസിറ്റൻസ് വേണം ഉപയോഗിക്കാൻ. V എന്ന് പറഞ്ഞാൽ 300 വോൾട്ടാണ്. അപ്പോൾ ടോട്ടൽ ചാർജ് കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ V4 അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ എങ്ങനെ കാണാം? V4 = എന്താ കിട്ടുക? ഇപ്പം കിട്ടിയ ചാർജ് Q/C. C എന്ന് പറഞ്ഞാൽ C4. ഓക്കെ. അതേപോലെ നമുക്ക് V123ക്ക് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ കിട്ടും. എന്തായിരിക്കും? ഈ ടോട്ടൽ ചാർജ് Q തന്നെ /C123 ആയിരിക്കും. ഈ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. അങ്ങനെ V123 കിട്ടിക്കഴിഞ്ഞാൽ ഇതല്ലേ V123 ഇതാ V123 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റ് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ അല്ലേ? ആ V123 കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും എവിടെ അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ? C1 അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ. കാരണം ഇത് എന്താണ്? പാരലാണ്. ഓക്കെ. അപ്പോൾ ഈ V123 ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? C1 സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? ഇനി ഈ C2നും C3ക്കും അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ ഇത് V123. ഓക്കെ. അപ്പോൾ C2 C3 ഏത് കോമ്പിനേഷനാണ്? സീരീസ് കോമ്പിനേഷനാണ്. അങ്ങനെ സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ എന്താ ചെയ്യുക? C2ലും C3ലും ഉണ്ടാകുന്ന ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നേരത്തെ ഉപയോഗിച്ച അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് C2ലും C3ലും ചാർജ് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് C2 C3 ചാർജ് കിട്ടും. അങ്ങനെ C2ൻ്റെ ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ C2ൻ്റെ അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ കാണാൻ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? V2 = Q2/C2 ഉപയോഗിക്കാം. അതുപോലെ V3 = Q3/C3 ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ചെറിയ സാധനങ്ങൾ ആദ്യം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് പോകുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവും. ക്ലിയർ?